നമസ്കാരം. അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ ആഗോള സുരക്ഷാ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പഴ്സ്യൂ എന്ന ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമായി പുറത്തുവിട്ട war.gov രേഖകൾ പ്രകാരം അൺഐഡൻറ്റിഫൈഡ് അനോമലസ് ഫിനോമിന അഥവാ പറക്കം തളികൾക്ക് സമാനമായ അജ്ഞാത പേടകങ്ങൾ അമേരിക്കൻ സൈനിക സാങ്കേതികവിദ്യയെ നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ സെൻസറുകളെയും അനായാസം മറികടക്കാൻ ഇത്തരം പ്രതിഭാസങ്ങൾ കഴിയുന്നുവെന്ന ഔദ്യോഗിക സ്ഥിരീകരണം ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ വ്യോമസേന തങ്ങളുടെ അത്യാധുനിക റഡാറുകൾക്കും ടാർഗറ്റിംഗ് സംവിധാനങ്ങൾക്കും മുന്നിലുള്ള ഒരു ഗുരുതരമായ വെല്ലുവിളി ആദ്യമായി ലോകത്തിന് മുന്നിൽ തുറന്ന് സംബന്ധിച്ചിരിക്കുന്നു. ഡീക്ലാസിഫൈഡ് ഫ്ലൈറ്റ് ടെലിമെട്രി ഡാറ്റ പ്രകാരം അമേരിക്കൻ യുദ്ധവിമാനങ്ങളിലെ റഡാർ സംവിധാനങ്ങളെയും ഒപ്റ്റിക്കൽ സെൻസറുകളെയും ഈ അജ്ഞാത പേടകങ്ങൾ പൂർണ്ണമായും ജാം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. Fi-80 സൂപ്പർ ഹോർണറ്റ് പോലെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാർ നൽകിയ റിപ്പോർട്ടുകൾ ഈ നിഗൂഢതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. പൈലറ്റുമാർക്ക് ഈ പേടകങ്ങളെ കോക്പിറ്റിൽ നിന്ന് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിലും ലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സജീവ ഇലക്ട്രോണിക്സ് സ്കാൻ അറേ റഡാറുകളിൽ ഇവ തെളിയുന്നില്ല. കണ്ണുകൊണ്ട് കാണുന്ന വസ്തു റഡാറിൽ തെളിയാത്ത ഈ അവസ്ഥ ആധുനിക വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാങ്കേതിക പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള സാങ്കേതികവിദ്യ അമേരിക്കൻ പടക്കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഉണ്ട് എങ്കിലും ഇത്തരം പേടകങ്ങൾക്ക് മുന്നിൽ അവ വെറും നോക്കുകുത്തുകളായി മാറുന്നു. ഫിസിക്സിൻ്റെ നിയമങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചലനങ്ങളാണ് ഈ പേടകങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കെ തന്നെ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലുമാവാത്ത വിധത്തിൽ പെട്ടെന്ന് തിരിയാനും നിർത്താനും ഇവയ്ക്ക് സാധിക്കുന്നു. ഏതൊരു മനുഷ്യ പൈലറ്റിനെയും തൽക്ഷണം മരണത്തിൽ നയിക്കാവുന്ന അമിതമായ ജി ഫോഴ്സിനെ അതിജീവിക്കാനുള്ള ശേഷി ഈ പേടകങ്ങൾക്ക് ഉണ്ട് എന്ന് പൈലറ്റുമാരുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. റഡാർ ലോക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് വാർഫെയർ അല്ലെന്നും മറിച്ച് അസാധ്യമായ വേഗതയും ദിശമാറ്റവുമാണെന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നു. ഇൻഫ്രാറെഡ് ടെലിമെട്രി ഉപയോഗിച്ച് നിരീക്ഷിക്കുമ്പോൾ പോലും സാധാരണ ജെറ്റ് വിമാനങ്ങളെപ്പോലെ ഇവ യാതൊരു താപ വികിരണങ്ങളോ പുകയോ പുറത്തുവിടുന്നില്ല എന്നതും ശാസ്ത്രലോകത്തെ കുഴപ്പിക്കുന്നു. ഏത് ഇന്ധനം ഉപയോഗിച്ചാണ് ഇവ സഞ്ചരിക്കുന്നതെന്നോ എങ്ങനെയാണ് ഇവയ്ക്ക് ഇത്രയും വേഗത കൈവരിക്കാൻ കഴിയുന്നതെന്നോ വിശദീകരിക്കാൻ ആധുനിക ശാസ്ത്രത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇതിനെ എല്ലാം കടത്തിവെട്ടുന്ന മറ്റൊരു പ്രത്യേകത ട്രാൻസ്മീഡിയം ശേഷിയാണ്. അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന പാളിയിൽ നിന്ന് സമുദ്രത്തിലേക്ക് ഒട്ടും വേഗത കുറയ്ക്കാതെയും മാറ്റങ്ങൾ സംഭവിക്കാതെയും ഊളിടാൻ ഈ പേടകങ്ങൾക്ക് സാധിക്കുന്നു. കരയിലും കടലിലും ആകാശത്തും ഒരേപോലെ വേഗത നിലനിർത്താനുള്ള ഈ കഴിവ് നിലവിലുള്ള സമുദ്രയാന നിയമങ്ങൾക്കും വ്യോമയാന നിയമങ്ങൾക്കും അതീതമാണ്. US നേവൽ ഏവിയേഷൻ സോഫ്റ്റ്വെയറുകളിലെ ട്രാക്കിംഗ് അൽഗോരിതങ്ങളിലെ ഈ സവിശേഷത പൂർണ്ണമായും പരാജയപ്പെടുന്നു. ഓൾ ഡൊമൈൻ അനോമലി റെസൊല്യൂഷൻ ഓഫീസ് ഈ സംഭവങ്ങളെക്കുറിച്ച് നടത്തിയ സാങ്കേതിക അവലോകനത്തിൽ ഇവയെ അൺറിസോൾവ്ഡ് അഥവാ വിശദീകരിക്കാൻ കഴിയാത്ത പ്രതിഭാസങ്ങൾ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലുള്ള വ്യോമയാന സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഇവയെ വിശദീകരിക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. സെക്രട്ടറി ഓഫ് വാർ പീറ്റ് ഹെഗ്സെത്ത് ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിലൂടെ ആഗോള സുരക്ഷാ രംഗത്തെ വലിയൊരു വിടവാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം അസാധ്യമായ ഭൗതിക സാഹചര്യങ്ങൾ നേരിടാൻ വരും കാലത്ത് സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് സഹായം തേടാനാണ് പെൻറ്റഗൺ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇത് വെറുമൊരു നിഗൂഢതയല്ല, മറിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗൗരവമുള്ള വിഷയമാണെന്ന തിരിച്ചറിവിലാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം. ശാസ്ത്രത്തിൻ്റെ പരിമിതികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും മനുഷ്യനിർമ്മിതമായ സാങ്കേതികവിദ്യകൾക്ക് അപ്പുറമുള്ള വിസ്മയങ്ങൾ പ്രപഞ്ചത്തിലുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടും ഈ UAP രേഖകൾ ലോക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.